Hello everyone, welcome to my video. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് ഈ വർക്കിലൂടെ പഠിക്കുവാൻ പോകുന്നത് റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഒരു വാഹനത്തിൽ നിന്ന് എങ്ങനെ അഴിച്ചെടുക്കാം, അതിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ വർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അഴിക്കാൻ പോകുന്നത് റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ്. റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത് സാധാരണ ചെറിയ വാഹനങ്ങളിലാണ് ഉപയോഗിച്ച് വരുന്നത്. കാറുകളിലൊക്കെയാണ് റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഇതിനകത്താണ് ഗിയർ ബോക്സ്. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഇതിനകത്തായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഇത് കാണാം. സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗ് ഷാഫ്റ്റ് വഴി റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലേക്ക് ഡ്രൈവ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് അഴിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ വാഹനം നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടിയിൽ നിന്ന് അഴിക്കാൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു റാക്ക് ആൻഡ് പിനിയൻ്റെ ഒരു ഡെമോ മോഡലുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലുണ്ട്, സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ട്. സ്റ്റിയറിംഗ് ഷാഫ്റ്റ് വരുന്ന ഭാഗത്ത് സ്റ്റിയറിംഗ് കോളം എന്ന് പറയും. കോളത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് സ്റ്റിയറിംഗ് ഷാഫ്റ്റ് വരുന്നത്. അതിനുശേഷം നേരെ ഇവിടെ ഒരു യൂണിവേഴ്സൽ ജോയിൻ്റ് ഉണ്ട്. ഇതുവഴി നമ്മുടെ ഈ കാണുന്ന ഭാഗമാണ് നമ്മൾ റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് വരുന്ന ഈ ഷാഫ്റ്റ് നേരെ യൂണിവേഴ്സൽ ജോയിൻ്റൊക്കെ വഴി ഇവിടേക്ക് വരും. ഇവിടുന്നാണ് നമ്മൾ ഇതിൻ്റെ ഡ്രൈവ് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് തിരിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ലെഫ്റ്റ് തിരിക്കുന്ന സമയത്ത് റാക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയും ആ സമയം ലെഫ്റ്റത്തെ വീല് കറങ്ങുകയും ചെയ്യുന്നു. ലെഫ്റ്റിലത്തെ വീല് ഒടിയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുന്ന സമയം ഈ റാക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയും അതിന് സമാന്തരമായിട്ട് എന്ത് ചെയ്യും, വീലുകൾ ബെൻഡാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിയറിംഗ് ഇത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായി എന്ത് ചെയ്യണം, ഈ റാക്ക് ആൻഡ് പിനിയൻ ഗിയർ ബോക്സ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നമ്മൾ ചേസിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്ലാമ്പുകൾ അഴിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ ടൈറോഡ് എൻഡ് നമ്മൾ സ്റ്റിയറിംഗ് നട്ടിൻ്റെ മുകളിൽ നട്ട് ഉപയോഗിച്ച് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നട്ടുകൾ അഴിച്ചെടുത്തതിന് ശേഷം ഈ ടൈറോഡ് എൻഡ് നമ്മൾ ആദ്യം അഴിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് സൈഡിലുള്ള ടൈറോഡ് എൻഡുകളും അഴിച്ചെടുക്കുക. ശേഷം നമ്മൾ ഈ യൂണിവേഴ്സൽ ജോയിൻ്റ് ഇവിടെ ബോൾട്ടുകളുണ്ട്. അപ്പോൾ ബോൾട്ടുകൾ അഴിച്ചെടുത്തതിന് ശേഷം യൂണിവേഴ്സൽ ജോയിൻ്റ് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ബോക്സാണ് നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മളിത് അതിൻ്റെ ക്ലാമ്പുകൾ ഇവിടെ ഉണ്ടാവും. ഫൗണ്ടേഷനുകൾ അഴിച്ചെടുത്തതിന് ശേഷം ഇവിടെ രണ്ട് ഫൗണ്ടേഷൻ ഉണ്ടാവും. അത് നമ്മൾ ചേസസുമായി അല്ലെങ്കിൽ ബോഡിയുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഭാഗത്താണ് നമ്മൾ പറയുക രണ്ട് ടൈറോഡ് എൻഡ് ജോയിൻറ്റ്. ടൈറോഡ് എന്നാണ് ഈ ഭാഗത്തെ പറയുക. അപ്പോൾ ഈ ടൈറോഡിൻ്റെ എൻഡിൽ വരുന്ന ജോയിൻ്റാണ് ഇത്. ഈ ജോയിൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിയറിംഗ് നക്കളുമായിട്ട് ഘടിപ്പിക്കുക. ഈ കാണുന്നത് ടൈറോഡ്, ഇത് ടൈറോഡിൻ്റെ ജോയിൻറ്റ്, ബോൾ ജോയിൻ്റ് എന്ന് പറയും. ടൈറോഡിൻ്റെ ബോൾ ജോയിൻറ്റ് ഇത് നമുക്ക് അഴിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഈ ബോൾ ജോയിൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ബോൾ ജോയിൻറ്റുകളാണ് നമ്മൾ സ്റ്റിയറിംഗ് നക്കിളിലേക്ക് നമ്മൾ ഘടിപ്പിക്കുക. അപ്പോൾ നമ്മളെ രണ്ട് ടൈറോഡ് എൻഡിൻ്റെ ജോയിൻറ്റുകൾ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അലൈൻമെൻറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് തിരിക്കുന്നതിന് ഫലമായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കും. അതുവഴിയാണ് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കും. അതുവഴിയാണ് നമ്മൾ വാഹനത്തിൻ്റെ വീല് അലൈൻമെൻറ്റ് കറക്റ്റായി ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടൈറോഡ് എൻഡ് നമുക്ക് എങ്ങനെയാണ് അഴിച്ചെടുക്കുന്നത് നോക്കാം. അത് ഓൾറെഡി ഞാൻ കുറച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട്. അഴിക്കാൻ പെട്ടെന്ന് കുറച്ച് തുരുമ്പ് വന്ന കാരണം അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഓൾറെഡി കുറച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിച്ചെടുക്കാൻ ആദ്യമായി നമുക്ക് ഈ ടൈറോഡ് എൻഡ് നമുക്ക് ഇവിടുന്ന് അഴിച്ചെടുക്കാം. നമുക്ക് ഡബിൾ എൻഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പാനർ ഉപയോഗിച്ച് നമുക്ക്
അഴിച്ചെടുക്കുക. ഇതാണ് ടയർ റോഡ് എൻഡ്. ടയർ റോഡ് എൻഡ് ഇങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാം. ഇതിന് ഇവിടെ ഒരു ബോൾ ജോയിൻ്റ് ഉണ്ട്. ബോൾ ജോയിൻ്റ് നമുക്ക് എന്തിനാ വീലിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് അനുസരിച്ച് നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണം. റിജിഡായി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീലിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ചിലപ്പോൾ ബെൻഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്, പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ബോൾ ജോയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതുപോലെ എന്തുണ്ട്, ഒരു ബോൾ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് നമ്മുടെ ടയർ റോഡ് എൻഡ് ജോയിൻ്റാണ്. ഇതാണ് ടയർ റോഡ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലെ ടയർ റോഡുകളും ഇതുപോലെ തന്നെ അഴിച്ചെടുക്കാം. ഇവിടെ രണ്ട് ഷിമ്മുകൾ കൊടുത്തിട്ടുണ്ട്, ജോയിൻറ്റ് കറക്റ്റായി സീറ്റിംഗ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചെടുക്കാം. ഇതിനകത്തൊരു പിനിയൻ ഉണ്ടാവും, പിനിയൻ ഗിയർ ഉണ്ടാവും. ഈ പിനിയൻ ഗിയറാണ് ഈ റാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കണം. നമ്മൾ സ്റ്റിയറിംഗ് ഷാഫ്റ്റ്, നമ്മൾ സ്റ്റിയറിംഗ് വീല് തിരിക്കുന്നതിന് ഫലമായിട്ട് അവിടുന്ന് നമ്മൾ നേരത്തെ കാണിച്ചു. അപ്പോൾ അവിടുന്നുള്ള ഷാഫ്റ്റ് നേരെ എവിടേക്ക് വരും, ഇപ്പോൾ യൂണിവേഴ്സൽ ജോയിൻറ്റ് വഴി ഇതിലേക്ക് ഈ സ്പ്ലൈൻസിലേക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിന് ഫലമായിട്ട് ഈ റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിയുന്ന സമയത്ത്, റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിയുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഇത് വീല് ഈ റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള എന്ത് ചെയ്യും, ടയർ റോഡ് എൻഡുകൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് റിമൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് സ്പാനർ ഉപയോഗിച്ച് ഇവിടെ ഒരു വലിയൊരു നട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാം. നമുക്ക് ഇത് ഇങ്ങനെ അഴിച്ചെടുക്കാം. ഇതിന് ഇവിടെ എന്തുണ്ട്, ഒരു റബ്ബർ സീലുണ്ട്. ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ പിനിയന്. അപ്പോൾ പിനിയൻ്റെ ഇവിടേക്കാണ് നമ്മളെ ഡ്രൈവ് ഇട്ട സ്റ്റിയറിംഗ് കോളത്തിൽ നിന്ന്, സ്റ്റിയറിംഗ് ഷാഫ്റ്റിൽ നിന്നുള്ള ഡ്രൈവ് നേരെ ഇവിടേക്ക് വരും. സ്റ്റിയറിംഗ് വീല് കറക്കുമ്പോൾ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് കറങ്ങുന്നു. അപ്പോൾ ആ ഡ്രൈവ് നേരെ ഇവിടേക്ക് വരുന്നതോട് കൂടിയിട്ട് ഈ പിനിയനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് തിരിയും, അതേപോലെ തന്നെ റൈറ്റിലേക്ക് തിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടും തിരിയും. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഭാഗമാണ് നമ്മുടെ റാക്ക് എന്ന് പറയുന്നത്. ഈ റാക്കിലേക്കാണ് ഈ പിനിയൻ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇത് ഇങ്ങോട്ടും തിരിക്കുന്നതിന് ഫലമായിട്ട് ഈ റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ് ചെയ്യുക. പിന്നെ നമുക്ക് റാക്ക് അഴിച്ചെടുക്കാം. റാക്ക് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പിനിയൻ അഴിച്ചതിന് ശേഷം നമുക്ക് അഴിച്ചെടുത്താൽ നമുക്ക് ഈ റാക്ക് കിട്ടും. റാക്കിൻ്റെ മുകളിൽ വരുന്ന ടീത്താണ്. ഈ ടീത്തിലേക്കാണ് ഇതാണ് നമ്മൾ റാക്കിൻ്റെ മുകളിൽ ഈ ടീത്തിലേക്കാണ് നമ്മളെ ഈ പിനിയനെ ഇറങ്ങിയിരിക്കുക. അപ്പോൾ പിനിയൻ അങ്ങനെ മൂവ് ചെയ്യുന്ന ഫലമായിട്ട് ഈ റാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കും. ഈ റാക്കിൻ്റെ മുകളിൽ നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിന് വല്ല ബെൻഡോ സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ റാക്ക് മാറ്റണം. കറക്റ്റായിട്ട് റാക്ക് മാറ്റുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പിനിയനും കൂടി മാറ്റണം. പുതിയ റാക്ക് ഘടിപ്പിക്കുകയാണെങ്കിൽ ഈ പിനിയനും നമുക്ക് മാറ്റണം. ഏതെങ്കിലും ഒരു ടീത്തൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റാക്ക് എന്തായാലും നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ റാക്കിന് ചെറിയ ബെൻഡൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ റാക്ക് മാറ്റണം. ഇതൊക്കെ നമ്മളെ സ്റ്റിയറിംഗ് സിസ്റ്റത്തെ പ്രധാനമായും ബാധിക്കും. അപ്പോൾ ഇത് പിനിയന്, ഇത് റാക്ക് നമ്മൾ പഠിച്ചു. റാക്കിൻ്റെ മുകളിൽ ടീത്തുകളുണ്ട്. ഈ ടീത്തിലേക്കാണ് ഈ പിനിയൻ്റെ ടീത്തുകളും ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന ഫലത്തിൽ എന്ത് ചെയ്യും, റാക്ക് ചലിക്കും. പിന്നെ അത് വരുന്ന പിനിയൻ്റെ മുകളിൽ വരുന്ന ബെയറിംഗാണ്. ഈ ബെയറിംഗ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ ബെയറിങ്ങിന് നല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബെയറിംഗ് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഹൗസിംഗ് എന്ന് പറഞ്ഞ ഭാഗം. ഇത് അലുമിനിയം അലോയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു ഭാഗം കൂടി ഉണ്ട്. ഇതിൻ്റെ ഭാഗമാണ് റാക്ക് ബുഷ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഇത്. ഇതാണ് റാക്ക് ബുഷ്. ഈ റാക്ക് ബുഷ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്, റാക്ക് ബുഷും ഉണ്ട്, ഒരു സ്പ്രിങ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു നട്ടുണ്ട് ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ റാക്ക് ഈ കേസിങ്ങിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്യും, ഈ പിനിയനെ എപ്പോഴും ടച്ച് ചെയ്തിട്ട് വേണം ഇങ്ങനെ മൂവ് ചെയ്യാൻ. ഇതിനകത്ത് എന്ത് ചെയ്യും, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതിന് ഫലമായിട്ട് ഇതിനകത്ത് ചില വൈബ്രേഷനുകളും കുറച്ച് തേയ്മാനങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യും, ഈ റാക്കിനെ എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും പിനിയനുമായിട്ട്
ടച്ച് ചെയ്ത് നിൽക്കണം. ഈ റാക്കിനെ ഇങ്ങനെ പിനിയനുമായിട്ട് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ റാക്ക് ബുഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റാക്ക് ബുഷിൻ്റെ അപ്പുറത്തുള്ള സ്പ്രിങ് എന്ത് ചെയ്യും, ഈ സ്പ്രിങ് നമ്മൾ എന്ത് ചെയ്യും, റാക്ക് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് എപ്പോഴും ഈ റാക്ക് ബുഷിനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിക്കും. അപ്പോൾ അതിൻ്റെ ഇതിൽ കിടന്നിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പിനിയൻ കറക്റ്റായിട്ട് റാക്കിനെ എപ്പോഴും ഇതായിട്ട് പിടിച്ചിരിക്കും. നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ റാക്ക് ബുഷ് തേഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ ചെറിയ ക്ലിയറൻസ് വരും. അപ്പോൾ എന്താ, റാക്ക് നമുക്ക് ചെറിയ സൗണ്ട് ഇങ്ങനെ അടിക്കണ പോലെ നമുക്ക് തിരിക്കുന്ന സമയത്തൊക്കെ ചെറിയ സൗണ്ട് നമുക്ക് കേൾക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ റാക്ക് ബുഷ് തേഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. റാക്ക് ബുഷ് തേഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി, ഈ സൈഡിലുള്ള ക്യാപ്പ് അഴിച്ചെടുത്തതിന് ശേഷം റാക്ക് ബുഷ് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. ഇനി നമുക്കിത് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഘടിപ്പിക്കാനുള്ളത് ഈ റാക്കിനെ നമ്മൾ ഈ കേസിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ പിനിയനെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം. പിനിയനും റാക്കും കറക്റ്റായി വെച്ചതിന് ശേഷം നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം വയ്ക്കുക. ജസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കണം. അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് കറക്കി നോക്കാം. കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമല്ല നമുക്കിനി റാക്ക് ബുഷ് ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. റാക്ക് ബുഷ് വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്പ്രിങ് വെക്കുക. സ്പ്രിങ്ങിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സ്പ്രിങ്ങൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റാക്കിനുമായിട്ട് ഈ പിനിയൻ എപ്പോഴും ടൈറ്റ് ചെയ്ത് കറക്റ്റായി നിൽക്കും. അപ്പോൾ കാരണം എന്തായി, കറക്റ്റായിട്ട് മൂവ് ചെയ്യും. സ്റ്റിയറിങ് മൂവ് ചെയ്യുന്നതിന് ഫലമായിട്ട് നന്നായിട്ട് മൂവ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ ചെറിയ ഗ്യാപ്പിൽ ചെറിയ സൗണ്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ കറക്റ്റായിട്ട് റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശേഷം നമുക്ക് ടയർ റോഡ് എൻഡ് ഘടിപ്പിക്കാം. ടയർ റോഡ് എൻഡ് നമുക്ക് രണ്ട് സൈഡിലും ടയർ റോഡ് എൻഡ് ഘടിപ്പിച്ചതിന് ശേഷം എൻഡ് ജോയിൻ്റ് ഘടിപ്പിക്കാം. നമ്മൾ ഈ എൻഡ് ജോയിൻ്റൊക്കെ ഘടിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ അഴിച്ചെടുത്തല്ലേ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വാഹനത്തിൻ്റെ മുകളിൽ സ്റ്റിയറിംഗ് ബോക്സ് വെക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇനി വാഹനം ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് എല്ലാ ജോയിൻറ്റുകളും കറക്റ്റായി വെച്ചതിന് ശേഷം ജോയിൻറ്റുകളൊക്കെ രണ്ട് ടയർ റോഡ് എൻഡുകളും വെച്ചതിന് ശേഷം നമുക്കിനി അസംബ്ലി നമുക്ക് വാഹനത്തിലേക്ക് ഘടിപ്പിക്കാം. അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സിസ്റ്റത്തിലേക്ക് തന്നെ ഘടിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. വീലൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ വാഹനത്തിനെ നമ്മളൊരു അലൈൻമെൻറ്റ് മെഷീനിൽ കൊണ്ടുപോയിട്ട് അലൈൻമെൻറ്റൊക്കെ കറക്റ്റായി ചെക്ക് ചെയ്തതിന് ശേഷം വാഹനം ഓടിച്ച് നോക്കി അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ കറക്റ്റാണ് വർക്കിംഗ് ഒക്കെ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. എല്ലാവർക്കും വർക്കിലൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.